ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ നിർവഹിക്കും. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യങ്ങളിൽ മാറ്റമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭാഷണം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85% പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട വിവിധ സംസ്ഥാനങ്ങൾക്ക് 1912 കോടി രൂപയുടെ അധിക സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെ ഗുവാഹത്തിയിൽ നിർവഹിക്കും. 9,32,00,000-ലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,640 കോടി രൂപ കൈമാറും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തുന്ന പ്രധാനമന്ത്രി കൊക്രജാറിൽ റെയിൽവേ കോച്ച് റിപ്പയറിംഗ് ഫാക്ടറിയുടെ ശിലാസ്ഥാപനവും 3 പുതിയ റെയിൽവേ സർവീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഗുവാഹത്തിയിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ കോപ്പിലി ജലവൈദ്യുത പദ്ധതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സിൽച്ചാറിൽ 24,205 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. തുടർന്ന് പശ്ചിമ ബംഗാളിൽ എത്തുന്ന പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ 18,680 കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ച സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ചോദ്യോത്തരവേള തുടരാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ അച്ചടക്കം പാലിക്കുന്നില്ലെന്നും നടപടികൾക്ക് തടസ്സമുണ്ടാക്കുന്നതായും സ്പീക്കർ പറഞ്ഞു. सदन की पवित्रता चाहे संसद के परिसर के अंदर हो चाहे संसद के बाहर हो, संसद की पवित्रता मर्यादा प्रतिष्ठा बनाने की सबकी जिम्मेदारी है. और जिस तरीके का आचरण व्यवहार आप कर रहे हैं, सदन की पवित्रता को समाप्त कर रहे हैं. और अगर आप प्रश्नकाल नहीं चलाना चाहते, नियोजित गतिरोध पैदा करना चाहते हैं. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ സഭയിൽ ഇന്നും തുടരും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിലും സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലും പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയും ചരക്കുകളുടെ തടസ്സമില്ലാത്ത നീക്കവുമാണ് ഇന്ത്യയുടെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭാഷണം, നയതന്ത്രം എന്നിവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ്. ടെഹ്റാനിൽ ബാസിജ് അർദ്ധസൈനിക വിഭാഗത്തിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലും ദുർഘട സാഹചര്യം തുടരുകയാണ്. ഇറാൻ നാവികസേനയുമായി നേരിട്ട് സഹകരിക്കുന്ന കപ്പലുകളെ മാത്രമേ ഹോർമൂസിലൂടെ കടത്തിവിടൂ എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയും വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധന വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് രാജ്യത്ത് ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. റിഫൈനറികൾക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ ഫലമായി ആഭ്യന്തര LPG ഉത്പാദനം 28% വർദ്ധിപ്പിച്ചു. 33 കോടി കുടുംബങ്ങൾക്ക് തടസ്സമില്ലാതെ പാചകവാതകം നൽകുകയാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഇന്ധന വിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അറിയിച്ചു. പെട്രോൾ, ഡീസൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ മതിയായ ശേഖരം രാജ്യത്തുണ്ട്. തെറ്റായ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും പെട്രോൾ പമ്പുകളിൽ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കണമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. വ്യാവസായിക, ഗാർഹിക ഉപയോഗങ്ങൾക്ക് ആവശ്യമായ പാചകവാതക സിലിണ്ടറുകളുടെ ദിനംപ്രതിയുള്ള ഉപഭോഗം, വിതരണം എന്നിവ നിരീക്ഷിക്കാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു.
പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക പ്രകടിപ്പിച്ചു. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഘർഷം സാധാരണക്കാർക്ക് വലിയ തോതിൽ ദുരിതം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സംഭാഷണത്തിലൂടെ സംഘർഷം ലഘൂകരിക്കണമെന്നും ഗുട്ടറസ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85% പോളിംഗ് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടപ്പാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഖേൽക്കർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ മേൽനോട്ടമുണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ലോകത്തിൽ തന്നെ ഏറ്റവും മാതൃകമായിട്ടുള്ള ഒരു ഇലക്ഷൻസ് കേരളത്തിൽ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല വിധത്തിലുള്ള ഒരു പോളിംഗ് പെർസെന്റേജ് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് തന്നിട്ടുള്ള ഒരു നിർദ്ദേശം 85% അറ്റ്ലീസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ ദൗത്യം 85% പ്ലസ് ആയിരിക്കണം. വെള്ളപ്പൊക്കം, മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ വർഷം നേരിട്ട വിവിധ സംസ്ഥാനങ്ങൾക്ക് 1912 കോടി രൂപയുടെ അധിക കേന്ദ്ര സഹായം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, നാഗാലാന്റ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് അധിക സഹായം അനുവദിച്ചത്. ആന്ധ്രാപ്രദേശിന് 341 കോടി രൂപയുടെയും ഗുജറാത്തിന് 778 കോടി രൂപയുടെയും ജമ്മു കാശ്മീരിന് 330 കോടി രൂപയുടെയും സഹായമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് അനുവദിച്ച വിഹിതത്തിന് പുറമെയാണിത്. രാജ്യത്തെ ട്രെയിൻ സർവീസുകൾ 77% കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടെന്നും 24 റെയിൽവേ ഡിവിഷനുകൾ 90%-ലധികം സമയനിഷ്ഠ കൈവരിച്ചെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രെയിനുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. റെയിൽവേ ശൃംഖലയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിലേക്കുള്ള 100 ദിവസത്തെ കൌണ്ട് ഡൌണിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ യോഗ മഹോത്സവ് ആരംഭിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുക്കുന്നുണ്ട്. ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരളം 13ാമതും ഈസ്റ്റ് ബംഗാൾ 5ാമതുമാണ്. നാളെ വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ ഇന്ത്യയുടെ സുമിത് ആന്റിലിന് സ്വർണ്ണ മെഡൽ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 69.25 മീറ്റർ ദൂരം എറിഞ്ഞാണ് സുമിത്തിന്റെ മെഡൽ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1185 പോയിന്റ് നഷ്ടത്തിൽ 74,848ലും നിഫ്റ്റി 414 പോയിന്റ് ഇടിഞ്ഞ് 23,219ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 1,18,240 രൂപയും ഗ്രാമിന് 14,780 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ നിർവഹിക്കും. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യങ്ങളിൽ മാറ്റമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭാഷണം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85%-ലേറെ പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട വിവിധ സംസ്ഥാനങ്ങൾക്ക് 1912 കോടി രൂപയുടെ അധിക സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.